ഭൂമിയിലെ ഏറ്റവും വലിയ നിഗൂഢത എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കും ഒരേയൊരു ഉത്തരമേയുള്ളൂ: ഈജിപ്തിലെ പിരമിഡുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രകൃതിക്ഷോഭങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. 23 ലക്ഷത്തിലധികം കല്ലുകൾ, ഓരോന്നിനും ടൺ കണക്കിന് ഭാരം. ആധുനിക യന്ത്രങ്ങളോ ക്രെയിനുകളോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഇത് എങ്ങനെ സാധ്യമായി? ഇത് അന്യഗ്രഹജീവികൾ ഉണ്ടാക്കിയതാണോ, അതോ മനുഷ്യബുദ്ധിയുടെ ആത്യന്തികമായ വിജയമോ? ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പിരമിഡിൻ്റെ നിർമ്മാണ രീതിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മിത്തുകളെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പിരമിഡുകളെ ചുറ്റിപ്പറ്റിയുള്ള മിത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഏലിയൻ തിയറി. ഇത്രയും കൃത്യമായി പിരമിഡുകൾ നിർമ്മിച്ചെടുക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ലെന്നും ഇത് അന്യഗ്രഹജീവികളുടെ സഹായം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണെന്നുമുള്ള വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 2, ഫറോവയുടെ ശാപം. പ്രശസ്തമായ തൂത്തൻഖാമുന്റെ ശവകുടീരം തുറന്നവർക്ക് സംഭവിച്ച ദുരൂഹ മരണങ്ങൾ ഫറോവയുടെ ശാപമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. നമ്പർ 3, വൈദ്യുത നിലയങ്ങൾ. പിരമിഡുകൾ വെറും ശവകുടീരങ്ങളല്ല, മറിച്ച് ഊർജമുൽപ്പാദിപ്പിക്കാനുള്ള വലിയ പവർ പ്ലാന്റുകളായിരുന്നു എന്നാണ് നിക്കോള ടെസ്ലയെ പോലുള്ളവർ മുന്നോട്ടുവച്ച വാദങ്ങൾ. പിരമിഡ് നിർമ്മാണത്തിന് പ്രധാനമായും 3 തരം കല്ലുകളാണ് ഉപയോഗിച്ചത്. നമ്പർ 1, ലിംസ്റ്റോൺ. നമ്പർ 2, ടൂറ ലിംസ്റ്റോൺ. നമ്പർ 3, ഗ്രാനൈറ്റ്. ഈജിപ്തിൽ മാത്രം 130ലധികം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡാണ്. 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കല്ലിനും 2 മുതൽ 80 ടൺ വരെ ഭാരമുണ്ട്. ഇവ കിലോമീറ്ററുകൾ അകലെയുള്ള നൈൽ നദീതീരത്തു നിന്നുമാണ് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. പിരമിഡിന്റെ അടിത്തറ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിരപ്പായതാണ്. വെറും 2 സെന്റിമീറ്റർ വ്യത്യാസം മാത്രമാണ് ഇത്രയും വലിയ വിസ്തീർണത്തിൽ ഉള്ളത്. ഇത് അളക്കാൻ അവർ വെള്ളം നിറച്ച ചാനലുകൾ ഉപയോഗിച്ചിരുന്നു. ഭീമാകാരമായ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ ഇന്റേണൽ റാമ്പ് എന്ന രീതി ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്നു. മണലിൽ വെള്ളമൊഴിച്ച് വഴുക്കലുണ്ടാക്കി സ്ലെഡ്ജുകൾ വലിച്ചുകയറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റേണൽ റാമ്പ്. കൂടാതെ പിരമിഡിനു ചുറ്റും പാമ്പിനെ പോലെ ചുറ്റിപ്പോകുന്ന പാതകൾ വഴി കല്ലുകൾ മുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സ്പൈറൽ റാമ്പും ഉപയോഗിച്ചിരിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. അന്നത്തെ കാലത്ത് ഇരുമ്പ് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ചെമ്പൂളികൾ ഉപയോഗിച്ചാണ് കല്ലുകൾ മുറിച്ചത്. കല്ലുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കി അതിൽ ഉണങ്ങിയ മരകഷ്ണങ്ങൾ അടിച്ചുകയറ്റും. പിന്നീട് അതിൽ വെള്ളമൊഴിക്കും. മരം വീർക്കുമ്പോൾ അത് കൃത്യമായി പിളരുന്നു. പലരും കരുതുന്നത് പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളാണെന്നാണ്. ചിത്രശേഖരങ്ങൾ പ്രകാരം ഇതൊരു തെറ്റായ ധാരണയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ഇതിനു പിന്നിൽ. അവർക്കായി പിരമിഡിന് സമീപം വലിയ ഗ്രാമങ്ങൾ തന്നെ നിർമ്മിച്ചിരുന്നു. ഓരോ മാസവും മാറി മാറി വരുന്ന 20,000 മുതൽ 30,000 വരെ ആളുകൾ ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു. ഗിസയിലെ 3 പിരമിഡുകളും ആകാശത്തിലെ ഓറിയോൺ നക്ഷത്ര സമൂഹത്തിന്റെ അതേ ക്രമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് യാദൃശ്ചികമായാണോ അതോ ബോധപൂർവം ചെയ്തതാണോ എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരങ്ങളില്ല. മറ്റൊരു അത്ഭുതകരമായ വസ്തുത എന്തെന്നാൽ പുറത്ത് 50 ഡിഗ്രി ചൂടുള്ളപ്പോഴും പിരമിഡിനുള്ളിൽ എപ്പോഴും 20 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിൽക്കുന്നു. ഇതൊരു സ്വാഭാവിക എയർ കണ്ടീഷനിങ് സംവിധാനമാണ്. ആധുനിക മൂവ് ഓൺ സ്കാനിംഗ് വഴി പിരമിഡിനുള്ളിൽ നമ്മൾ ഇതുവരെ കാണാത്ത വലിയ അറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയ്ക്കുള്ളിൽ എന്താണെന്ന് ഇന്നും ലോകത്തിനറിയില്ല. പിരമിഡുകൾ മനുഷ്യചരിത്രത്തിന്റെ തിളങ്ങുന്ന അധ്യായമാണ്. മിത്തുകൾക്കും ശാസ്ത്രത്തിനുമപ്പുറം അവ നമ്മുടെ പൂർവികരുടെ അറിവിന്റെ അടയാളമായി നിലകൊള്ളുന്നു. ഒരുപക്ഷെ ഈ രഹസ്യങ്ങൾ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടാതിരിക്കുന്നതാകാം ഈ അത്ഭുതത്തിന്റെ ഭംഗി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൗതുകകരമായ വീഡിയോസിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.